അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്ത്. അങ്ങനെ സഫമോളോട് സെലി എടി സീരിയസ് ആയി ചോദിച്ചതാട്ടോ. ഞാനും കേട്ടു. അതെയോ, എന്നെ മുതലാളി വിളിക്കുന്നത്? സഫ, എവിടെ മോളെ? എടാ, ഞാൻ എന്താ ചെയ്യാ, എനിക്ക് പേടിയാക. ഒരു കുഴപ്പമുണ്ടാകൂല സഫ, നീ മുതലാളിയോട് സംസാരിക്ക്. അതാ സഫ ഓഫീസിലേക്ക് പോകാൻ ഒരുങ്ങിട്ടോ. മുതലാളിയും ഒരുങ്ങി. ഫെബിന്ത പറയാട്ടോ, ഇക്ക ആ കുട്ടിനെ കൊണ്ടേക്കോളി ട്ടോ. സഫ, എടി നിന്നെ ഇതാ ഇക്ക വിളിക്കണേ, എപ്പോ വരാട്ടോ. സഫ, പോരന്റെ കൂടെ. അങ്ങനെ അവൾ വണ്ടി കയറിട്ടാ. കുറച്ചവിടെ എത്തിയപ്പോ, മോളെ എന്താ മിണ്ടാത്തത്? ഹേ, ഒന്നുമില്ല. എന്റെ സ്കൂട്ടി അതൊക്കെ ഞാൻ നന്നാക്കിയിട്ടുണ്ട്. നിന്നെ ഒന്നും കൂടെ ഒന്ന് കിട്ടാനായിരുന്നു കേട്ടോ ഞാൻ വണ്ടി കൊണ്ടുവരാഞ്ഞത്. അതവിടെ നിക്കട്ടെ. അങ്ങനെ സൈഡാക്കിട്ടോ വണ്ടി. മുതലാളി, എന്തിനാ മുതലാളി? ചുമ്മാ നിന്നോടൊന്ന് സംസാരിക്കാനാ. എനിക്ക് പേടിയാകാം. ഹേ, ഞാനൊന്നും ചെയ്യില്ല മോളെ, എനിക്ക് എന്നെ വിശ്വസിക്കാട്ടോ. അങ്ങനെ മോളെ അടുത്തേക്ക്. പഠിച്ചോനെ, മോളെ എനിക്ക് എന്നെ ഇഷ്ടമുണ്ടോ സത്യായിട്ടും? സഫ മോള് കരഞ്ഞു കേട്ടോ. ഹേ, എന്തിനാ നീ കരയുന്നേ? എന്തിനാ കരയുന്നത്? എനിക്കൊരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. എന്ത് മോളെ? എന്ത് ഞാൻ കേൾക്കും, നീ പറ. എന്ത് ഞാൻ കേൾക്കും. മുതലാളി, ഞാൻ എങ്ങനെ പറയും മുതലാളിയോട്? കുറേ കാര്യങ്ങളുണ്ട്. പറയല്ലേ, കാര്യം പറയേ. ഞാൻ എന്തെന്നായാലും ഞാൻ നിന്നെ ഉപേക്ഷിക്കില്ല. മുതലാളി, എന്റെ വയറ്റിൽ ഒരു കുഞ്ഞു വളരുന്നുണ്ട്. എന്ത്? സത്യം? നീ എന്താ പറയുന്നത് മോളെ? അതിന് നിന്നെ വിവാഹം കഴിച്ചിട്ടില്ലല്ലോ. ഇല്ല. മുതലാളിക്ക് ടെൻഷനായി. പറ, കേൾക്കട്ടെ. നമുക്ക് നേരം വൈകിയാലും കുഴപ്പമില്ല കേട്ടോ. എന്നിട്ടേ ഇതെങ്ങനെ പറ. അതില്ലേ അർജുൻ്റെ എന്താ, അവൻ എന്നെ സ്നേഹം നടിച്ച് ചതിച്ചതാ. ഞാൻ ഇതാരോട് പറഞ്ഞില്ല മുതലാളിയോട് മാത്രമാണ് ഞാൻ കരയല്ലേ. ഞാനിതിന് സാധനോ ഇല്ല. നീ വിഷമിക്കല്ലേ. റിഹാനെ ഞാൻ കാണാം. ഇത് ഒഴിവാക്കണോ? എനിക്ക് പേടിയാ. ആരോട് പറഞ്ഞില്ല. എനിക്ക് പേടി. നീ പേടിക്കണ്ട. എന്ത് തന്നെ ആയാലും ഞാനുണ്ട് ട്ടാ. നിനക്ക് എന്റെ കുട്ടിയാണെന്നൊക്കെ നീ പറഞ്ഞാ മതി. ഞാൻ എൻ്റെ വൈഫ് ഫെബിനോട് കള്ളം പറയാം. ഞാൻ നിന്നെ എന്നോ നിക്കാഹ് ചെയ്തിരിക്കുന്നു എന്നിട്ടാ. അതാണ് ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നതെന്ന് എന്ന് ഞാൻ ഫെബിനോട് പറയാം കേട്ടോ. നീ പേടിക്കണ്ട. ഞാൻ നിക്കാഹ് ചെയ്യാൻ നീ പ്രസവിച്ചിട്ടല്ലേ ഇനി കഴിയുള്ളൂ. അല്ലാതെ ഇനി നിക്കാഹ് ചെയ്യാൻ പറ്റില്ലല്ലോ മോളെ. എൻ്റെ ഉമ്മാനോടും ഞാൻ പറഞ്ഞില്ല കേട്ടോ. എന്ത് പറയും ഞാൻ? എനിക്ക് പേടിയായിരുന്നു. ഞാനത് വേഗം ജോലിക്ക് പോകുന്നത്. ഇതൊന്നും പറയണ്ട കേട്ടോ. ഇപ്പൊ ഞാൻ രക്ഷിക്കും നിന്നെ മോളെ. എന്റേതാണ് നീ. നിന്നെ ഇപ്പൊ നിക്കാഹ് കഴിക്കാൻ പറ്റൂലെങ്കിലും അതുകൊണ്ട് നിന്നെ നിന്റെ പ്രസവം കഴിയട്ടെ എനിക്ക് തന്നാ മതി ട്ടോ. ആ കുട്ടിയെ നിന്നെയും നോക്കൂ. അങ്ങനെ മുതലാളിക്ക് സന്തോഷം ഉണ്ടാണും ഒരു ഭാഗത്ത് ആലോചിച്ചാൽ ഒരു വിഷമവും ഉണ്ട് ട്ടോ. ഇത് തന്നെയായിരുന്നു ആ കുട്ടിന്റെ മുഖത്തെ വിഷമം കണ്ടിട്ട്. അത് കുറെ മുതലാളിയോട് പറഞ്ഞപ്പോൾ അവൾക്കും കുറെ ഒരു ഭാരം ഒഴിഞ്ഞ പോലെ തോന്നിട്ടാ അവൾക്ക്. അങ്ങനെ അവർ ഓഫീസിലെത്തിട്ടാ. മുതലാളി, സഫ പതുക്കെ ഇറങ്ങിക്കോ. ഹേ, അതിനൊന്നൊരു കുഴപ്പമില്ല. ഞാൻ തല കുത്തി മറിഞ്ഞിട്ടും ഒന്നും ആയിട്ടില്ല. അതങ്ങനെ തന്നെയാ. നമുക്ക് ആവശ്യമില്ലാത്തത് ഉണ്ടാവും. ആവശ്യമില്ലാത്തതല്ല കേട്ടോ മോളെ. എനിക്ക് പഠിത്തം കൊണ്ട് തന്നതായിരുന്നു എൻ്റെ ഒരു വീട്ടി. ഇനി കരയരുത് കേട്ടോ. ഇനി ഇതൊന്നും പറയരുതേ. മുതലാളി ഓഫീസിലിരിക്കുമ്പോൾ മോളെ എന്തുണ്ടെങ്കിലും പറഞ്ഞോണ്ടിട്ടോ, ഞാൻ വാങ്ങിത്തരും. ഒന്നും വേണ്ട മുതലാളി. ഫെബിനോട് കാര്യങ്ങൾ തുറന്നു പറയണം. എന്തായിരിക്കും അവളുടെ
എക്സ്പ്രഷൻ പഠിച്ചവനെ അറിയില്ല. കുട്ടീന്ന് കേൾക്കുമ്പോൾ എൻ്റെതാണെന്ന് കേൾക്കുമ്പോൾ കുഴപ്പമുണ്ടാകൂല എന്ന് വിചാരിക്കുന്നു. ഉണ്ടാകാനിടയുണ്ട്. എന്തായാലും പറയണം, എങ്ങനെയെങ്കിലും പറഞ്ഞ് അവളെ ബോധ്യപ്പെടുത്തണം. അങ്ങനെ സഫ ഓഫീസിൽ സഫയെ നോക്കി മുതലാളി ആലോചിച്ചിരിക്കട്ടോ. സഫയെ നോക്കിയിട്ട് പഠിച്ചോനെ എന്ത് സുന്ദരിയാണ് റബ്ബേ, ഇത് ഇത് ഇതിന് പറ്റിയതാണല്ലോ റബ്ബേ ഇതെല്ലാം. എനിക്കൊരു കുട്ടിയെ വേണം, ഞാൻ അതിനു വേണ്ടി ആ കുട്ടിയെ പ്രസവിപ്പിക്കും, എൻ്റെ ഫെബിനോട് സന്തോഷം കൊടുക്കും ഇൻഷാ അല്ലാഹ്. ഇനി മുതലാളി ഫെബിനോട് പറയുമ്പോൾ ഫെബിന്റെ പ്രതികരണം എന്തായിരിക്കും കാത്തിരുന്ന് കാണാട്ടോ. ഇതിന്റെ അടുത്ത ഭാഗം നാളെ കാണാം ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.